നമസ്കാരം. മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു. അധ്യായം 31. മഹേന്ദ്രൻ കൊടുങ്കാറ്റുപോലെ ഹാളിലേക്ക് പാഞ്ഞു വന്നു. അവിടെ വലതുകൈ പ്ലാസ്റ്റർ ചെയ്ത് നെഞ്ചോട് ചേർത്തുവെച്ച് അരുൺ ഇരിപ്പുണ്ടായിരുന്നു. മുഖം ചതഞ്ഞു ചുവന്നു വീർത്തിരിക്കുന്നു. സങ്കടം സഹിക്കവയ്യാതെ ഹൈമവതിയും ആനന്ദും അശോകനും സെറ്റിയിലിരുന്നു. മഹേന്ദ്രനെ കണ്ടതും ഹൈമവതി ക്ഷോഭം കൊണ്ടു. "എന്റെ കുട്ടിയെ ഈ പരുവത്തിലാക്കിയവനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? നിർത്തടി, നിന്റെ അട്ടഹാസം അവസാനിക്കാൻ പോവാ. നിങ്ങളൊന്നും വിവരം അറിഞ്ഞില്ലേടാ കഴുതകളെ." മഹേന്ദ്രൻ അട്ടഹസിച്ചു. പ്രമീളയും ജലജയും ഓടി വന്നു. "എന്താ അച്ഛാ?" ആനന്ദ് അമ്പരപ്പോടെ ചോദിച്ചു. "അതറിയണമെങ്കിൽ TV വെച്ച് നോക്ക്. നാണം കെട്ടാ ഓഫീസിൽ നിന്ന് ഞാനിറങ്ങി ഓടിയത്. തീർന്നടാ, ഇതുവരെ ഉണ്ടാക്കിവെച്ച മാനം മുഴുവനും നശിച്ചു. അമ്മയ്ക്കും മോനും ഇനി മുതൽ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കാം." ദൈവമേ, തച്ചോട്ട് മഹേന്ദ്രൻ ഇങ്ങനെയൊരു ദുർവിധിയാണോ കരുതി വെച്ചത്? മഹേന്ദ്രൻ സെറ്റിയിൽ ചെന്ന് വീണു. അശോകൻ ചെന്ന് TV വെച്ചു. വാർത്ത എന്തെന്നറിയാൻ അയാൾ ന്യൂസ് ചാനൽ പിടിച്ചു. സ്ക്രീനിൽ ന്യൂസ് റീഡർ യുവതിയുടെ മുഖം തെളിഞ്ഞു. കേരള സമൂഹത്തെ ഒന്നടങ്കം പിടിച്ചുലച്ച സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വീണ്ടും ഒരു പെൺകുട്ടി കൂടി ഭർതൃഗൃഹത്തിൽ അതിക്രൂരവും പൈശാചികവുമായ പീഡനത്തിനാണ് ഇരയായിരിക്കുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും അമ്മായിയമ്മയും അവളെ മൃഗീയമായി പീഡിപ്പിക്കുന്ന ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. പിന്നെ കണ്ട ദൃശ്യങ്ങൾ എല്ലാവരെയും നടുക്കിക്കളഞ്ഞു. ഹൈമവതി ലയയുടെ കവളിലടിക്കുന്നു. നിലത്തു വീണ ലയ ഹൈമവതിയുടെ കാലു പിടിച്ച് കൊല്ലരുതെന്ന് അലമുറയിട്ട് കരയുന്നു. ഹൈമവതി അവളുടെ മുതുകിൽ തൊഴിച്ചു തെറിപ്പിക്കുന്നു. അരുൺ അവളുടെ തലമുടി കുത്തിനു പിടിച്ച് ഇരു കവിളിലും മാറി മാറി അടിക്കുന്നു. ഹൈമവതിയുടെ കണ്ണിൽ ഇരുട്ടുകയറി. അരുൺ മുന്നോട്ടാഞ്ഞ് വെട്ടിവിറച്ചു. ആനന്ദ് ചാടി എഴുന്നേറ്റു. "ഇത് സത്യമാണോ? ഈ കണ്ടതൊക്കെ ഇവിടെ നടന്നതാണോ? എടാ, പറയാൻ!" അയാൾ ഉച്ചത്തിൽ അലറി. "നടന്നത് ചതിയാ, ചതി!" അരുൺ കിതച്ചു. "എന്നാലും നീയും നിന്റെ തള്ളയും നാറ്റിച്ചില്ലേടാ? സോഷ്യൽ മീഡിയ മുഴുവനും ഇതുമാത്രമാ. നീ അവളെ രാത്രി റോഡിലിട്ട് തല്ലിയതിൻ്റെ വീഡിയോയും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം അവസാനിച്ചു." മഹേന്ദ്രന്റെ ഒച്ച നേർത്തു. "ആ സെർവന്റിനെ വിളിക്ക്. അവളാ ഒളിഞ്ഞു നിന്ന് വീഡിയോ എടുത്തത്." അരുൺ ആക്രോശിച്ചു. "തങ്കമണി!" പ്രമീള വിഹ്വലയായി വിളിച്ചു. ഭയന്നു വിറച്ച് തങ്കമണി ഓടിവന്നു. TV-യിൽ കൊല്ലരുതെന്ന ലയയുടെ യാചനയും കരച്ചിലും ഒരു കണ്ണീർ പരമ്പരയിൽ എന്ന പോലെ അവർ കണ്ടു. "നന്ദി കെട്ടവളെ, ഇവിടെ നടന്ന സംഭവങ്ങൾ ഫോണിൽ പിടിച്ച് പുറത്തുവിട്ടത് നീയല്ലേടി?" അശോകൻ പാഞ്ഞു ചെന്നെങ്കിലും പ്രമീള അയാളെ തടഞ്ഞു നിർത്തി. "എന്റെ സാറേ, എനിക്കൊന്നും അറിയില്ലേ. എന്റെ കയ്യിലുള്ളത് ഒരു കുഞ്ഞു ഫോണാ. അത് പ്രമീള കൊച്ചിനും അറിയാവുന്ന കാര്യാ. ഇവിടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അടുക്കളയിലായിരുന്നു." "പിന്നെങ്ങനെ ഇതൊക്കെ TV-യിൽ വന്നു?" ജലജ ചോദിച്ചു. "അത് പിന്നെ ലയക്കൊച്ചിനെ മുറിയിൽ കൊണ്ട് വിട്ടേച്ച് ഞാൻ പോന്നു. കുറച്ചു കഴിഞ്ഞ് ലയക്കൊച്ച് താഴേക്ക് വന്നു. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുക്കുമ്പോൾ ദേ അവിടെ നിന്നൊരു മൊബൈൽ ഫോണും എടുത്ത് കള്ളച്ചിരിയോടെ ലയക്കൊച്ചു പോണത് കണ്ടു. അതിലെന്തോ സംശയം എനിക്ക് തോന്നിയതാ." ലയ പറഞ്ഞു കൊടുത്തത് തങ്കമണി അതുപോലെ പറഞ്ഞു. "ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അവൾ ഫോൺ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. എന്നിട്ടായിരുന്നു അഭിനയം." അമ്മയും അരുണും അതിൽ പെട്ടു. ആനന്ദ് തീർപ്പ് കൽപ്പിച്ചു. "ഇതൊക്കെ ആരോട് പറയാനാടാ? ചെയ്തു കൂട്ടിയതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ?" മഹേന്ദ്രന്റെ ഒച്ച ഉയർന്നു. "അവളെ ഞാനിനി വെച്ചേക്കില്ല. അവളെ തീർത്തിട്ടേ ജയിലിൽ പോകൂ." അരുൺ ഒടിഞ്ഞ കൈയും താങ്ങി സ്റ്റെയർകേസിനു നേരെ ഓടി. മുറ്റത്ത് വാഹനങ്ങൾ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. മഹേന്ദ്രൻ ചാടി എഴുന്നേറ്റു. സ്റ്റെയർകേസിനടുത്ത് എത്തിയ അരുൺ നിന്നു. അകത്തേക്ക് വന്നത് DCP സന്ധ്യയും 8-10 പോലീസുകാരുമായിരുന്നു. DCPയുടെ നോട്ടം അരുണിന്റെയും ഹൈമവതിയുടെയും മുഖത്തു പതിഞ്ഞു. പിന്നെ TV-യിലേക്ക് നോക്കി.
കൊള്ളാം, കുടുംബസമേതം ഇരുന്ന് ആസ്വദിക്കുകയാണല്ലേ. എവിടെ ലയ? ജീവനോടെ വെച്ചിട്ടുണ്ടോ? DCPയുടെ ശബ്ദമുയർന്നു. ആ കുട്ടി ഇവിടെ ഇല്ലേ? മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉറക്കെ ചോദിച്ചു. ആർക്കും ഒച്ച പൊന്തിയില്ല. അവൾ മുകളിലെ റൂമിലുണ്ട്, പ്രമീള വിക്കലോടെ പറഞ്ഞു. റൂം കാണിക്ക്. DCP സന്ധ്യയും 2 വനിതാ പോലീസുകാരും സ്റ്റെപ്പുകൾ കയറി. ഭയന്നു വിറച്ച പ്രമീള കൂടെ ചെന്നു. അവൾ റൂം കാണിച്ചു കൊടുത്തു. DCP വാതിലിൽ തള്ളിയെങ്കിലും തുറക്കാനായില്ല. വാതിൽ തുറക്ക്. DCP വാതിലിൽ തട്ടിയിട്ട് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ലയ, വാതിൽ തുറക്ക്, ഞാൻ DCP സന്ധ്യയാണ്. വാതിൽ തുറക്കപ്പെട്ടു. അഴിഞ്ഞുലഞ്ഞ മുടിയും വാരി ചുറ്റിയ സാരിയുമായി ലയ മുന്നിൽ വന്നു നിന്നു. DCPയെയും പോലീസുകാരെയും കണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. പേടിക്കണ്ട, ഇനി ലയയെ ആരും ഒന്നും ചെയ്യില്ല. വാ. അവളെ ചേർത്തു പിടിച്ച് DCP താഴെ വന്നു. പകയോടെ അരുൺ അവളെ നോക്കി. ഇന്ന് നിന്നെ ഉപദ്രവിച്ചോ? ഇന്നലെ രാത്രി മുറിയിൽ പൂട്ടിയിട്ടതാ. ജീവിക്കാനുള്ള മോഹം കൊണ്ടാ മാഡം ഞാനാ വീഡിയോ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തത്. എന്നെ കൊന്നു കളയുമെന്ന് പേടിച്ച മുറി അകത്തു നിന്ന് കുറ്റിയിട്ടത്. വീഡിയോ ഷൂട്ട് ചെയ്തതാരാ? ഞാൻ തന്നെയാ മാഡം. ഫോൺ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. നിവൃത്തിയില്ലാതെ ചെയ്തു പോയതാ മാഡം. അവൾ കരഞ്ഞു. DCP സന്ധ്യ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. പണത്തിനോട് ആർത്തി മൂത്ത ഇക്കൂട്ടരുടെ കൈകൊണ്ട് മരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്നതിനു പകരം നീ കാണിച്ചത് ധീരത തന്നെയാ. പെണ്ണ് കച്ചവടച്ചരക്കല്ലെന്ന് ഇവറ്റകളെപ്പോലുള്ളവർക്ക് ഇതൊരു ഗുണപാഠമായിരിക്കും. ലയയെ ഞാൻ അഭിനന്ദിക്കുന്നു. DCP തിരിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരെ നോക്കി. അമ്മയെയും മകനെയും കസ്റ്റഡിയിലെടുക്ക്. ഹൈമവതി തല കറങ്ങി. മഹേന്ദ്രൻ ചലിച്ചില്ല. DCP പ്രമീളയുടെ നേരെ തിരിഞ്ഞു. പ്രമീളയല്ലേ? ലയ വിളിച്ചു കരയുന്നത് കേട്ടു. നിങ്ങളെ വിളിപ്പിക്കുമ്പോൾ വന്നേക്കണം. നിങ്ങളുടെ മൊഴി പോലിരിക്കും സാക്ഷിയാക്കണോ പ്രതിയാക്കണോ എന്ന്. ബാക്കിയുള്ളവരുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട്. പോലീസുകാർ അരുണിനെയും ഹൈമവതിയെയും കസ്റ്റഡിയിലെടുത്തപ്പോൾ പ്രമീളയും ജലജയും വാവിട്ടു കരഞ്ഞു. അതിനകം മീഡിയക്കാരെ കൊണ്ട് വീട്ടുമുറ്റം നിറഞ്ഞിരുന്നു. നാട്ടുകാർ ഗേറ്റിനു പുറത്തും തടിച്ചുകൂടി. അക്കൂട്ടത്തിൽ ഭവാനിയും ഉണ്ടായിരുന്നു. അകത്തുനിന്ന് അരുണിനെയും ഹൈമവതിയെയും പോലീസുകാർ പുറത്തു കൊണ്ടുവന്നു. മീഡിയക്കാർ ഉന്തിത്തള്ളി. ലൈവായി ചാനലുകളിലേക്ക് വിഷ്വൽസ് പറന്നു. ആദ്യം അവരെ പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ ആളുകൾ കൂകി വിളിച്ചു. DCPയും ലയയും പുറത്തു വന്നു. അടുത്തുകൂടിയ മീഡിയക്കാരോട് DCP പറഞ്ഞു. ആ കുട്ടി ക്ഷീണിതയാണ്. അവളെ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അവളോടിപ്പോ ചോദ്യങ്ങളൊന്നും വേണ്ട. ലയയുടെ അവസ്ഥ കണ്ടപ്പോൾ അവളോടൊന്നും ചോദിക്കാൻ പത്രക്കാരുടെയും മനസ്സനുവദിച്ചില്ല. ലയ കയറിയ പോലീസ് ജീപ്പ് പുറത്തുപോയതും ഭവാനി ഓടിച്ചെന്ന് ഓട്ടോയിൽ കയറി. ഓഫീസിലായിരുന്നു സുജാത. സെൽ റിംഗ് ചെയ്തപ്പോൾ അവൾ ഫോൺ എടുത്തു നോക്കി. ആരാണെന്നു മനസ്സിലായില്ല. ലയയുടെ അമ്മേ, ഞാൻ ഭവാനിയാ. എന്താ ഭവാനി? പിന്നെ കേട്ട വാക്കുകൾ സുജാതയെ തകർത്തു കളയുന്നതായിരുന്നു. അയ്യോ, എന്റെ മോൾ എവിടെയുണ്ട്? അവളുടെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. ഇപ്പോൾ പോലീസ് അവളെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. ഞാൻ ഓട്ടോയുമായി താഴെയുണ്ട്. ലയയുടെ അമ്മ ഇറങ്ങി വന്നാൽ മതി. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഞാനിതാ വരുന്നു. അവൾ ഓടിച്ചെന്ന് ബെന്നിച്ചനോട് വിവരങ്ങൾ പറഞ്ഞു. സുജാത ചെല്ല്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഞാൻ പിന്നാലെ വന്നോളാം. ബാഗുമെടുത്ത് താഴെ വന്നപ്പോൾ ഭവാനി ഓട്ടോയുടെ മുന്നിൽ ചിരിയോടെ നിൽപ്പുണ്ട്. അവൾ വണ്ടിയിൽ കയറിയപ്പോൾ അവനും കയറി. ഓട്ടോ മുന്നോട്ട് നീങ്ങി. എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നത്? ഇതറിയാത്തതായി ലയയുടെ അമ്മ മാത്രമേയുള്ളൂ. അവൾ തന്നെയാണോ അതൊക്കെ പിടിച്ചത്? അല്ല, എൻ്റെ ചെറിയമ്മ. അവൾ എനിക്കത് അയച്ചു തന്നു. അതുമാത്രമല്ല, ബൈപ്പാസിൽ വെച്ച് അവൻ അവളെ മർദ്ദിക്കുന്ന വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. അന്ന് ആരൊക്കെയോ അത് ഷൂട്ട് ചെയ്തിരുന്നു. ഇനി അവൻ തലപൊക്കില്ല. ഓട്ടോ ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. സുജാതയും ഭവാനിയും തേടി പിടിച്ച് ലയയുടെ അടുത്തെത്തി.
അവൾക്ക് ഡ്രിപ്പ് കൊടുത്ത് കിടത്തിയിരിക്കുകയായിരുന്നു. "എൻ്റെ മോളെ!" സുജാത കരഞ്ഞു. "ഒന്നുമില്ലമ്മേ, ട്രിപ്പ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം." അടുത്തു നിന്ന ഭവാനിയെ നോക്കി അവൾ നന്ദിയോടെ ചിരിച്ചു. അവിടെ ഇരുന്ന് ആ വീഡിയോ കണ്ട് സുജാത നെഞ്ചുപൊട്ടി കരഞ്ഞു. "ഞാനിന്ന് ജീവനോടെ ഇരിക്കാൻ കാരണം ഭവാനിയാ അമ്മേ." കഴുത്തിൽ കുരുക്കിട്ട് കസേരയിൽ കയറി നിന്നപ്പോഴാ ഭവാനിയുടെ കോളുമായി തങ്കമണി ചേട്ടത്തി വന്നത്. പിന്നെ എനിക്കും വാശിയായി. മരിച്ചു കീഴടങ്ങാനുള്ളതല്ല പെണ്ണിൻ്റെ ജീവിതം. സുജാത നെഞ്ചിൽ കൈവച്ചു. "അച്ഛൻ ഇതൊന്നും അറിഞ്ഞില്ലേ അമ്മേ?" സുജാത കുനിഞ്ഞിരുന്നു കരഞ്ഞു. ഇനി ആ ചതിയൻ്റെ വീടും വേണ്ട, ആധാരവും വേണ്ട. മോളെയും കൊണ്ട് വല്ല വാടക വീട്ടിലും പോകണം. 4 മണി കഴിഞ്ഞപ്പോൾ ലയയെ ഡിസ്ചാർജ് ചെയ്തു കൊണ്ടുപോകാനുള്ള അനുവാദം കിട്ടി. അതിനകം വിവരമറിഞ്ഞ് സുജാതയുടെ ചേച്ചി ഗീതയും ഭർത്താവ് രഘുനന്ദനും ഹോസ്പിറ്റലിലെത്തിയിരുന്നു. മധുചന്ദ്രനെ ആർക്കും ഫോണിൽ കിട്ടിയില്ല. രഘുനന്ദൻ ഓഫീസിൽ വിളിച്ചപ്പോൾ അയാൾ പോയത് കോഴിക്കോട്ടേക്കല്ല, ആലപ്പുഴയ്ക്കാണെന്ന് വിവരം കിട്ടി. ഒപ്പം പോയ ഉദ്യോഗസ്ഥനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ രാവിലെ സുഖമില്ലെന്നു പറഞ്ഞ് മധുചന്ദ്രൻ അവിടെ നിന്ന് പോയതായി അറിഞ്ഞു. അയാൾ വരദയുടെ വീട്ടിലുണ്ടെന്ന് സുജാതയ്ക്ക് നിശ്ചയമുണ്ടായിരുന്നു. സുജാത ലയയും കൊണ്ട് വീട്ടിലേക്ക് പുറപ്പെട്ടത് ബെന്നിച്ചൻ്റെ കാറിലായിരുന്നു. സുജാത ഗേറ്റ് തുറന്നപ്പോൾ മധുചന്ദ്രൻ്റെ കാർ പോർച്ചിൽ കിടക്കുന്നത് കണ്ടു. ബെന്നിച്ചൻ്റെ കാർ അകത്തേക്ക് വന്നു. ലയയും ബെന്നിച്ചനും പുറത്തിറങ്ങി. "ആ മനുഷ്യൻ വന്നിട്ടുണ്ട്." അവൾ ബെല്ലമർത്തി. വാതിൽ തുറക്കാതിരുന്നപ്പോൾ തള്ളി നോക്കി. വീട് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നതായാണ് മനസ്സിലായി. സുജാത കീയെടുത്ത് വാതിൽ തുറന്ന് അകത്തു കയറി. ഇത്രയൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ട് അയാൾ എങ്ങോട്ട് പോയി? ബെന്നിച്ചൻ അത്ഭുതപ്പെട്ടു. ടീപ്പോയിൽ ഒരു ഫയലും അതിനുമീതെ ഒരു കടലാസം സുജാത കണ്ടു. അവൾ വേഗം ചെന്ന് അതെടുത്തു. കടലാസിൽ നീണ്ട ഒരു കത്തായിരുന്നു അത്. "സുജാതയ്ക്ക്, നീ അറിഞ്ഞ മനുഷ്യനായിരുന്നില്ല ഞാൻ. കഴിഞ്ഞ 20 വർഷങ്ങളായി നിന്നെ ഞാൻ ചതിക്കുകയായിരുന്നു." സുജാതയുടെ കയ്യിലിരുന്ന ആ കടലാസ് പിറച്ചു. എല്ലാം ഏറ്റുപറഞ്ഞുള്ള കത്തായിരുന്നു അത്. കോഴിക്കോട് ജോലി ചെയ്യുന്ന സമയത്ത് വരദയെ പരിചയപ്പെട്ടതു മുതൽ മധുചന്ദ്രൻ അതിലെഴുതിയിരുന്നു. "നാളിതുവരെയുള്ള എൻ്റെ മുഴുവൻ സമ്പാദ്യവും അവൾക്ക് കൊടുക്കേണ്ടി വന്നു. ലയയുടെ വിവാഹം നടത്താൻ അവളുടെ കയ്യിൽ നിന്ന് ആധാരം പണയം വച്ച് എനിക്ക് 50 ലക്ഷം രൂപ വാങ്ങേണ്ടി വന്നു. മറ്റൊരാളിൽ നിന്ന് വായ്പയെടുത്ത് 50 ലക്ഷം രൂപ അവളുടെ അക്കൗണ്ടിലിട്ടെങ്കിലും ആധാരം തരാൻ അവൾ തയ്യാറായില്ല. ഇന്നു രാവിലെ വീണ്ടും ഞാനവിടെ പോയിരുന്നു." നെഞ്ചിടിപ്പോടെ സുജാത കടലാസിൻ്റെ മറുപുറം നോക്കി. അന്നു രാവിലെ നടന്ന സംഭവങ്ങളായിരുന്നു അവിടെ എഴുതിയിരുന്നത്. സുജാത ഞെട്ടിവിറച്ചു. "ഒരു തെറ്റും ചെയ്യാത്ത നീയും മക്കളും വഴിയാധാരമാവാതിരിക്കാൻ കഴുത്തു ഞെരിച്ച് ഞാനവളെ കൊന്നു. ആധാരം ഞാൻ വീണ്ടെടുത്തിട്ടുണ്ട്. ഈ കത്തിൻ്റെ കൂടെ അതുണ്ട്. എന്നെ തേടി പോലീസ് വരും. നീ ഒന്നും അറിഞ്ഞതായി ഭാവിക്കരുത്. കത്ത് നശിപ്പിച്ചു കളയണം. ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്. എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് പിടിക്കപ്പെടുമെന്ന സാഹചര്യമുണ്ടായാൽ ആത്മഹത്യ ചെയ്യും. ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ല, നിന്നോട് ചെയ്ത കൊടും ചതിയോർത്ത് എനിക്ക് നീറി കെട്ടടങ്ങണം. ഒന്നുകൂടി നിന്നോട് പറയാനുണ്ട്. വരദയുടെ മകളുടെ അച്ഛൻ ഞാനല്ല. ഞാൻ അവളെ പരിചയപ്പെടുമ്പോൾ തന്നെ കൈക്കുഞ്ഞുമുണ്ടായിരുന്നു. അവൾ മകളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് അച്ഛൻ ഞാനാണെന്നാണ്." സുജാതയുടെ കയ്യിൽ നിന്ന് ആ കടലാസ് വഴുതിപ്പോയി. അവൾ സെറ്റിയിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു. "അമ്മേ!" ലയ ഭീതിയോടെ അടുത്തിരുന്നു. ബെന്നിച്ചൻ ആ കത്തെടുത്ത് വായിച്ചു. "മൈ ഗോഡ്!" അയാൾ നെഞ്ചിൽ കൈവച്ചു. ലയ കത്തുവാങ്ങി. "സുജാതേ, ഏത് നിമിഷവും മധുചന്ദ്രനെ അന്വേഷിച്ച് പോലീസ് വരും. അയാളുടെ രഹസ്യബന്ധം അറിഞ്ഞതായി സുജാതയോ മോളോ ഭാവിക്കരുത്. നിങ്ങൾക്കൊന്നും അറിയില്ല, ഒന്നും. അതായിരിക്കണം നിങ്ങളുടെ നിലപാട്." ലയ കത്തും പിടിച്ചിരുന്നു കരഞ്ഞു. ബെന്നിച്ചൻ ആധാരമെടുത്തു നോക്കി. "ആധാരം കിട്ടിയിട്ടുണ്ട്. അയാൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാ അയാൾ അനുഭവിക്കുന്നത്. ഇത്രയെങ്കിലും അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് ആശ്വസിക്ക്." ബെന്നിച്ചൻ ആധാരം ഷോക്കേസിൽ കൊണ്ട് മറച്ചുവെച്ചു. പുറത്ത് വാഹനത്തിൻ്റെ ഒച്ച കേട്ടു. ബെന്നിച്ചൻ ലയയുടെ അടുത്തേക്ക് ഓടി വന്നു. "മോൾ ആ കത്തിങ്ങു താ." അവളുടെ കയ്യിൽ നിന്നത് വാങ്ങി അയാൾ പോക്കറ്റിലാക്കി. അകത്തേക്ക് വന്നത് മധുചന്ദ്രൻ്റെ വല്യേട്ടൻ ബാഹുലേയനും ഭാര്യ രാജലക്ഷ്മിയും
മകൾ സിതാരയുമായിരുന്നു. ലേ ചേച്ചി! സിതാര കരച്ചിലോടെ വന്ന് ലയയെ ചുറ്റിപ്പിടിച്ചു. മധു എവിടെ? ബാഹുലേയൻ ചോദിച്ചു. സുജാത ശബ്ദിച്ചില്ല. ഓഫീസിൽ നിന്ന് വിവരമറിഞ്ഞ് ഞാനാ സുജാതയ്ക്കൊപ്പം ഹോസ്പിറ്റലിൽ പോയത്. മോളെയും കൂട്ടി വന്നപ്പോൾ മധുസാറിൻ്റെ കാർ പുറത്തുണ്ട്. ആൾ വീട് കൂട്ടി പോയിരിക്കാം. ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ കാർ എടുക്കാത്തത് എന്താന്നാ മനസ്സിലാവാത്തത്. ഫോണും സ്വിച്ച് ഓഫ്, ബെന്നിച്ചൻ പറഞ്ഞു. പുറത്ത് അടുത്ത വാഹനം വന്നു നിന്ന് മുരൾച്ച കേട്ടു. പ്രതീക്ഷിച്ചതുപോലെ കയറി വന്നതൊരു സർക്കിൾ ഇൻസ്പെക്ടറും 2 പോലീസുകാരുമാണ്. എല്ലാവരും എഴുന്നേറ്റു. ഇതല്ലേ മധുചന്ദ്രൻ്റെ വീട്? ഒട്ടും ഭയമില്ലാതെ അയാൾ ചോദിച്ചു. അതെ, ബാഹുലേയൻ പറഞ്ഞു. CI ഒരു ഫോട്ടോ കാണിച്ചു. ഇതല്ലേ മധുചന്ദ്രൻ? അതെ. എന്താ സാർ കാര്യം? സുജാത ഏത് നിമിഷവും ചിന്നിച്ചിതറിപ്പോകുമെന്ന മട്ടിൽ നിന്നു. അയാളുടെ വണ്ടിയല്ലേ പുറത്തു കിടക്കുന്നത്? അതേ സാർ, നമ്പർ അതുതന്നെ, കൂടെ വന്ന പോലീസുകാരൻ പറഞ്ഞു. കേറി നോക്ക്. പോലീസുകാർ മുറികൾ ലക്ഷ്യമാക്കി നീങ്ങി. ഞാൻ പന്തളം CI റിയാസാണ്. എന്താ സാർ കാര്യം? മധുചന്ദ്രൻ 2 ദിവസം മുൻപ് ഓഫീസ് സംബന്ധമായി കോഴിക്കോടിന് പോയതാണ്. മോൾ ഹോസ്പിറ്റലിലായിരുന്നു. അവളെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഇപ്പോൾ എത്തിയതേയുള്ളൂ. മധുചന്ദ്രൻ്റെ കാർ പുറത്തുണ്ടായിരുന്നു. ആൾ അകത്തില്ല. വിതുമ്പി കരയുന്ന സുജാതയെ CI ശ്രദ്ധിച്ചു. ഇവർ ആരാ? മധുചന്ദ്രൻ്റെ വൈഫും മകളുമാ, ബെന്നിച്ചൻ പറഞ്ഞു. ഭയങ്കരാ, അവൻ ആള് കൊള്ളാമല്ലോ. പിന്നീട് അയാൾ പറഞ്ഞത് ബാഹുലേയനെയും രാജലക്ഷ്മിയെയും വട്ടം കറക്കിക്കളഞ്ഞു. നോ, അവൻ അത്തരക്കാരനല്ല, ബാഹുലേയൻ ഒച്ചവച്ചു. ഓ പിന്നെ, നിങ്ങളെ അറിയിച്ച് സമ്മതവും വാങ്ങിയിട്ടല്ലേ അവൻ 20 വർഷമായി മറ്റൊരുത്തിയെ വെച്ചോണ്ടിരിക്കുന്നത്. അതിലൊരു മോളുമുണ്ട്. അവൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാ അമ്മ മരിച്ചു കിടക്കുന്ന കാഴ്ച കാണുന്നത്. രാവിലെ അയാൾ അവിടെ ചെന്നത് കണ്ടിട്ടാ അവൾ പഠിക്കാൻ പോയത്. അവൾ മാത്രമല്ല, ആ നാട്ടുകാരും കണ്ടതാ. 1 മണിക്കൂർ തികയുന്നതിന് മുൻപ് അയാൾ കാറുമായി കടന്നുകളയുന്നതും കണ്ടവരുണ്ട്. അടുത്ത ലക്കത്തിൽ തുടർന്നു കേൾക്കാം. ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണമെന്നും അപേക്ഷിക്കുന്നു. മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ.